ഹലോ, ഇന്ന് പറയാൻ പോകുന്നത് ജേർണലിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ എന്താണ് ഈ ജേർണലിങ്? എന്തിനാണ് നമ്മളിത് കഷ്ടപ്പെട്ട് ദിവസം എഴുതണത്? ഇതെന്തിനാണ് ഫോളോ ചെയ്യുന്നത്? ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണം? ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ എന്താ ജേർണലിങ് എന്ന് നോക്കാം. മിക്ക ആൾക്കാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ജേർണലിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ ഡയറി എഴുതുമല്ലോ, അതുപോലൊരു സംഭവമാണ് എന്നുള്ളതാണ്. എന്നാൽ അത് അങ്ങനെയല്ല. ഡയറി പോലെയാണെന്ന് പറയാം, പക്ഷേ കുറച്ച് നല്ല പോലെ വ്യത്യാസമുണ്ട്. ഡയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദിവസം തുടങ്ങുന്ന മുതൽ അവസാനിക്കുന്ന വരെ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷേ ജേർണലിങ് അങ്ങനെയല്ല. ജേർണലിങ് എന്ന് പറയുമ്പോൾ പലതരമുണ്ട്. ഗോൾ ഓറിയൻറ്റഡ് ഉണ്ട്. ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ ദിവസം എഴുതുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രീ പ്ലാൻ ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ളതാണ് ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആയിട്ടുള്ള നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ മൈൻഡിൽ എന്താണോ ഉള്ളത് അത് അതുപോലെ തന്നെ എഴുതി വയ്ക്കുന്നതാണ് ഇമോഷണൽ ആയിട്ടുള്ള ജേർണലിങ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം നടന്നിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറയില്ലേ. ഇതൊക്കെ നമുക്ക് കിട്ടി, നമ്മളുടെ അച്ചീവ്മെൻറ്റ്, നമുക്ക് ഓരോ ദിവസം ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ബോധിപ്പിച്ചിട്ടായിരുന്നു. പിന്നെ വേറൊരു ടൈപ്പാണ് പ്രയർ ടൈപ്പ്. നമ്മൾ ദൈവത്തോടുള്ള സംഭാഷണം എങ്ങനെയാണോ അതുപോലെ നമ്മൾ എഴുതുന്നത്. അതായത് നമുക്കുണ്ടാകുന്ന ഫീലിങ്സ്, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രേ ചെയ്യുന്നത് എങ്ങനെയാണോ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് എങ്ങനെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര ട്രാൻസ്പാരൻ്റ് ആയിട്ടായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ഫ്രണ്ട്സിനോടാണെങ്കിലും ഫാമിലിയോടാണെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ബട്ട് നമ്മൾ പ്രേ ചെയ്യുമ്പോൾ യാതൊരു ലിമിറ്റേഷൻസും ഇല്ലാതല്ലേ. അങ്ങനെയുള്ള ജേർണലിംഗ് ആണ് പ്രയർ ബേസ്ഡ് അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ജേർണലിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇന്നൊരു ജേർണൽ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ജേർണൽ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അന്ന് നമ്മൾ എവിടെയാണോ നിന്നിരുന്നത് ഇപ്പം നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, നമ്മളിലുണ്ടായ മാറ്റം എന്തൊക്കെയാണ്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അച്ചീവ് ചെയ്തു, അങ്ങനെയുള്ളതൊക്കെ ഒരുക്കുന്ന ഒന്നാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ വെറുതെ നമ്മൾ പറയുന്നതല്ല കേട്ടോ, സയൻറ്റിഫിക്കായിട്ട് തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സയൻറ്റിഫിക് സ്റ്റഡീസ് പറയുന്നത് നമ്മൾ ഇങ്ങനെ ജേർണൽ എഴുതുമ്പോൾ നമ്മുടെ ആങ്സൈറ്റി ലെവല്, അതായത് നാളെ എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആങ്സൈറ്റി ഉണ്ടല്ലോ, അത് നമുക്ക് കുറവ് കിട്ടും. പിന്നെ മൈൻഡിൽ നല്ലപോലെ ക്ലാരിറ്റി കിട്ടും. ഓരോ കാര്യങ്ങളെക്കുറിച്ചും എന്താണ് നടക്കുന്നത്, എന്തെല്ലാം നടന്നു, ഇനി എന്തെല്ലാമാണ്, അങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെ കുറച്ചും കൂടി നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ സയൻറ്റിഫിക്കായിട്ടുള്ള സ്റ്റഡീസ് പറയുന്നത് മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കലി എങ്ങനെ നോക്കിയാലും നമ്മുടെ സെൽഫായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ജേർണലിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ജേർണലിംഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് നോക്കാം. ഇതിൽ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലെ ക്യൂട്ടായിട്ടുള്ള അങ്ങനെ വലിയ ലെവലിലുള്ള നോട്ട്ബുക്കൊന്നും ആവശ്യമില്ല. സാധാരണ ഒരു നോട്ട്ബുക്ക് മതി. അതുപോലെ തന്നെ നല്ലപോലെ ഗ്രാമർ ഒക്കെ നോക്കി നല്ല പെർഫെക്റ്റായിട്ട് അങ്ങനെയുള്ള വേർഡ്സൊന്നും വേണ്ട. നമുക്ക് നമ്മളതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളുണ്ടാക്കുന്ന ഒരു തിയറിയും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം അതുമാണ്. അത് നമുക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രാമറോ പെർഫെക്ഷനോ അങ്ങനെയൊന്നും വേണ്ട. ഡെയിലി ഒരു 5-10 മിനിറ്റ് മതി. പിന്നെ നൈറ്റാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. നൈറ്റ് ആകുമ്പോൾ നമുക്ക് അന്ന് വരെ നടന്നിട്ടുള്ള എല്ലാതും ഒന്ന് വിലയിരുത്താനും എന്തെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ നാളേക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കാനും എല്ലാറ്റിനും കഴിയും. അപ്പോൾ നൈറ്റാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം. ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ് പറയാം. എനിക്ക് മെയിനായിട്ട് 3 ടൈപ്പ് ജേർണലുണ്ട്. ഒന്ന് ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതുണ്ട്, രണ്ടാമത്തെ ഇമോഷണൽ ബേസ് ആയിട്ടുണ്ട്, മൂന്നാമത്തെ ഡെയിലിയുള്ള ആക്ടിവിറ്റീസ്, അതായത് ഹെൽത്തിൻ്റെ കാര്യം,
പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതും നമ്മൾ ഡെയിലി ഫോളോ ചെയ്യുന്ന റീഡിങ് ബുക്സ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സെൽഫ് ഡെവലപ്മെൻറ്റിനുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെ 3 തരത്തിലുണ്ട്. ആദ്യം ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതിൽ പ്ലാൻ, എന്തെല്ലാം ചെയ്തു ഇനി എന്തെല്ലാം ചെയ്യണം, അങ്ങനെയുള്ള പ്ലാനിങ്ങും പ്രീ പ്ലാനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് അതിൽ ഉൾപ്പെടുക. ഇമോഷണൽ ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും നടന്നിട്ടുള്ള സന്തോഷമായാലും സങ്കടമായാലും പിന്നെ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എഴുതി വയ്ക്കാൻ പറ്റുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ജേർണലിംഗ് ആണ്. അത് ഞാൻ എല്ലാ ദിവസവും എഴുതാറില്ല കേട്ടോ, പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ ഫോളോ ചെയ്യാറുള്ളൂ. 3ാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ടിക്കിടുക. ആദ്യം ഇന്ന കാര്യങ്ങൾ ഓരോ ദിവസം നമ്മൾ ഫോളോ ചെയ്യും എന്നുള്ളത് മെയിനായിട്ട് ഇടുക. അതിൽ നമ്മൾ ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്തത് ടിക്കിടുക, അല്ലാത്തത് ഇൻറ്റു ഇടുക. അങ്ങനെ ഫോളോ ചെയ്യുന്നതാണ് 3ാമത്തെ ടൈപ്പ് ജേർണലിംഗ്. ഇങ്ങനെയുള്ള 3 ടൈപ്പ് ജേർണലിംഗ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇനി ഈ ജേർണലിംഗ് ഒക്കെ തുടങ്ങാൻ പെർഫെക്റ്റ് ആയിട്ടൊരു സമയം നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു സെൽഫായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വേണം എന്ന് തോന്നുന്നത്, അപ്പം തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിന് ന്യൂ ഇയർ ആവട്ടെ അല്ലെങ്കിൽ 1-ാം തീയതി ആവട്ടെ എന്നൊന്നും നോക്കിയിട്ടിരിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അത് പിന്നീടാവാം, നാളേക്ക്, അങ്ങനെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അങ്ങനെ മാറ്റി വെച്ച് നീണ്ടു പോകും അല്ലേ. നമുക്ക് എല്ലാവർക്കും കുറേ ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ബട്ട് നമ്മൾ ജേർണൽ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റും.